എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ക്യാരറ്റിനെ കണ്ട് നമ്മുടെ ആൾക്കാരും കപ്പലുള്ളവരും എല്ലാവരും അങ്ങനെ വണ്ടറടിക്കുകയാണ്. ക്യാരറ്റ് ആണെങ്കിൽ ഓടി നടന്ന് ഓരോരുത്തരുടെയും ചെവിയൊക്കെ കടിച്ച് അവളുടെ സ്നേഹം അത് പ്രകടിപ്പിക്കും. പക്ഷെ ബ്രൂക്കിന്റെ ചെവി മാത്രം കടിക്കുമ്പോൾ അവളുടെ കോന്തറം പല്ലിന് ചെറിയൊരു വേദന ഉണ്ടാവും. കാരണം ബ്രൂക്കിന്റെ ബോഡി മുഴുവൻ എല്ലാണ്. അതിലുള്ള എല്ലാവരും ക്യാരറ്റിനെ കണ്ട് അവളോട് ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിനാ ഞങ്ങളോടൊപ്പം വന്നേ? നീ ഞങ്ങളുടെ ടീമിൽ ഇല്ലാത്ത ആളാണ്. ഒരു കാരണവശാലും നീ ഞങ്ങളോടൊപ്പം വരാനായിട്ട് പാടില്ല. അങ്ങനെ വന്ന നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം തെറ്റും. നീയും ആ വില്ലന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകും. സോ ഇപ്പൊ തന്നെ നീ തിരികെ പോകണം. ഈ നിമിഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ തിരികെ അയലാൻഡിലേക്ക് കൊണ്ടുപോയി ആക്കും. അതിനവള് അവരുടെ എല്ലാവരുടെയും മുൻപിൽ അങ്ങനെ മുട്ടുകുത്തി റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ തിരികെ കൊണ്ടുചെന്ന് ആക്കരുത്. വാണ്ട ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും. എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ലൂഫിയുടെ കൂടെ ഒരു ദിവസമെങ്കിലും സെയിൽ ചെയ്ത് പോവുക എന്നത്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആരെ കൊണ്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്കാർക്കും ഞാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ രാവിലെ കഴിക്കാനുള്ള ഒരു ക്യാരറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് കുടിക്കാനുള്ള ഒരു ക്യാരറ്റ് സ്മൂത്തിയും നൈറ്റ് കഴിക്കാനുള്ള ക്യാരറ്റ് പിസയും അങ്ങനെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഡിഷുകൾ മാത്രം പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ശേഷം അവളുടെ ക്യാരറ്റ് ഡ്രസ്സൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അവൾ കപ്പലിന്റെ ഏറ്റവും അറ്റത്തേക്ക് വരും. ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ കപ്പലിൽ സെയിൽ ചെയ്യുന്നത്. അവളുടെ മനസ്സൊക്കെ അറിഞ്ഞ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കും. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ക്യാരറ്റ് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം സെയിൽ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവളുടെ ക്യാരറ്റ് എടുത്ത് കടിച്ചു മുറിച്ച് തിന്നും. അത് കണ്ട ക്യാരറ്റിന് കരിയിളകി അവൾ പറന്നു വന്ന് ലൂഫി ആഞ്ഞടിച്ച് അവന്റെ കഴുത്തില് കടിച്ചു പറിക്കുകയാണ്. അവൻ വേദനയോട് നിലവിളിക്കുമ്പോൾ അവൾ ചിരിച്ചോണ്ട് പറയും, ഒന്നുമില്ല, നിങ്ങൾക്ക് ക്യാരറ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരാം, അത് നിങ്ങൾ കഴിച്ചോളൂ. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ഇപ്പൊ ആരുമില്ല. സാധാരണ സാഞ്ചിയാണ് ആവശ്യത്തിനനുസരിച്ച് രുചികരമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പൊ സാഞ്ചിയെ തേടി അവനെ രക്ഷിക്കാൻ പോകുന്ന ഉദ്യമത്തിലാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഉള്ളത്. നാവി പറയും, ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം, പക്ഷെ ഓരോ പ്ലേറ്റ് ഫുഡിനും എനിക്ക് ക്യാഷ് തരണം. അത് കേട്ട് എല്ലാവരും ആ ഒരു ഹെൽപ്പ് വേണ്ടാന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യാന്ന് പറയും. ലൂഫി പറയും, എനിക്ക് ആവശ്യമുള്ള ഫുഡ് അത് ഞാൻ തന്നെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവ കിച്ചണിലേക്ക് പോകും. അവന്റെ തൊട്ടു പിന്നാലെ ബ്രൂക്കും കട്ട് ചെയ്ത ചോപ്പറിന്റെ ഐലാൻഡ് കാണിക്കും. അവിടെയുള്ള കിങ്ങും പരിവാരങ്ങളും എല്ലാവരും ഇപ്പോ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കപ്പലിലേക്ക് കയറി റെഡിയാവും. ആളുടെ കൂടെ തന്നെ കുറേഹാ ഡോക്ടർ അവരും ആൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസിന് വേണ്ടി ആളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാണ്. അവർ ഒരു സെക്കൻഡ് ലൂഫിയെ കുറിച്ചും അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ചും ആലോചിക്കും. സത്യത്തിൽ നമ്മുടെ ആൾക്കാർ അവിടെ വന്നതുകൊണ്ടാണ് അവർക്കിപ്പോ ഈ കാണുന്ന നല്ലൊരു ഐലാൻഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞതും അവിടുത്തെ ജനങ്ങളെല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും. കുറേയാണെങ്കിൽ അതിനുശേഷം ഹിർലുക്കിനെ കുറിച്ച് ആലോചിക്കും. കാരണം ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് പിടിച്ചതും ചോപ്പറിന് അവന് പുതിയൊരു ജീവിതം കൊടുത്ത് ഒരു ഡോക്ടറാക്കി മാറ്റാൻ അവനെ സഹായിച്ചൊക്കെ സാക്ഷാൽ ഹിർലുക്കാണ്. അവിടെയുള്ള ഡോക്ടേഴ്സിനെ എല്ലാം വേട്ടയാടുമ്പോൾ പോലും ഹിർലുക്ക് അതിലൊന്നും തകരാതെ തളരാതെ അവന്റെ എക്സ്പെരിമെന്റുമായിട്ട് മുൻപോട്ടേക്ക് പോയി ജനങ്ങളെ രക്ഷിക്കുക, അവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, സഹായിക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ ചിന്ത. അതിനുശേഷം ഹിർലുക്കിന്റെ ഹെൽത്ത് അത് വളരെ മോശം അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയ ചോപ്പർ അവൻ മെഡിക്കൽ ബുക്കിൽ കണ്ട ഒരു പ്രത്യേകതരം മഷ്റൂം അത് ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കൊണ്ടുവന്ന് ഹിർലുക്കിന് കൊടുത്തു. പക്ഷെ ആ ഒരു മഷ്റൂം അത് ജീവൻ രക്ഷിക്കുന്നതല്ല, മറിച്ച് ജീവൻ എടുക്കുന്നതാണെന്ന് അവനന്ന് തിരിച്ചറിഞ്ഞില്ല. ആ ലേഡി ഡോക്ടർ ആണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ചോപ്പറിനോട് ഒരുപാട് ദേഷ്യപ്പെടും. അതിനുശേഷം കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അന്നു മുതലാണ് ചോപ്പർ അവനും ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വളർത്തിയത്. ചോപ്പർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവിടെയുള്ള സോൾജിയേഴ്സ് അവന്റെ ഹിർലുക്കിനെ പൊച്ചറം ഷൂട്ട് ചെയ്ത് കൊന്നു തള്ളി. അതിനുശേഷം ചോപ്പർ അവൻ കുറേയേറെ അടുത്തേക്ക് പോയി പതിയെ ഒരു ഡോക്ടറായി മാറി. പിന്നീട് ലൂഫിയും ടീമും അവിടേക്ക് വന്ന് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഹിർലുക്കിന്റെ കൊടി അത് താഴെ പോവാതെ അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം ലൂഫി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചോപ്പറിനെ കൺവിൻസ് ചെയ്ത് അവരുടെ ടീമിലെ ഒരു ഡോക്ടറാക്കി ചോപ്പറിനെ ഏറ്റെടുത്തു. ചോപ്പറാണെങ്കിൽ ഹിർലുക്കിന്റെ ആഗ്രഹപ്രകാരം ആ ഒരു വലിയ മെഡിസിൻ അത് കണ്ടെത്തി. ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ കപ്പലിനെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സൗത്ത് ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ
ലൂഫി അവൻ ചവിട്ട് തെറിപ്പിച്ച് വിട്ട ആ വാക്ക് പോൾ ആണെങ്കിൽ ആ ഐലാൻഡിലെ ഒരു കിങ്ങായി മാറിയിരിക്കുകയാണ്. അവനും ഇപ്പോ ആൾക്കാരൊക്കെ ആയിട്ട് ആ വലിയ മീറ്റിംഗിൽ പങ്കെടുക്കാനായി കപ്പലിലേക്ക് കയറും. അവനാണെങ്കിൽ ലൂഫി അടിച്ചതിന് ശേഷം അവൻ എങ്ങനെയാണ് ആ ഐലാൻഡിൽ സർവൈവ് ചെയ്തതെന്ന് ചിന്തിക്കും. ആക്ച്വലി ലൂഫി അടിച്ചു തെറിപ്പിച്ചതിന് ശേഷം അവൻ ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. കയ്യിൽ കിട്ടിയ കമ്പും പാറയൊക്കെ കടിച്ചു പറിച്ച് തിന്നാണ് ആദ്യമൊക്കെ അവൻ സർവൈവ് ചെയ്തത്. അതിനുശേഷം അവൻ ഗ്രാമത്തിലേക്ക് വന്ന് ഹാൻഡിൽസും ജനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന പല സാധനങ്ങളും തിന്നു മുടിപ്പിച്ചു. അവന്റെ തീറ്റ കാണുമ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് പേടിയാവും. ഇവൻ ഇങ്ങനെ പോവാണെങ്കിൽ ആ ഐലാൻഡ് മൊത്തത്തിൽ തിന്നുന്നു മനസ്സിലാക്കിയ ജനങ്ങള് അവനെ അവിടുന്ന് ദൂരേക്ക് അടിച്ചു ഓടിക്കുകയാണ്. അടിയും ഇടിയും തൊഴിയൊക്കെ കിട്ടി അവൻ പേടിച്ച് ഒരു ഭാഗത്ത് വന്നിരിക്കും. അപ്പോഴായിരിക്കും അവന് സ്വന്തമായിട്ട് ഒരു ചിന്തയുണ്ടാവുക. സത്യത്തിൽ ഞാൻ കിങ് ആണെന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ധാർഷ്ട്യം അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. തൻ്റെ കിങ് എന്നുള്ള ചിന്ത അത് മാറ്റിവെച്ച് ആളിപ്പോൾ തെരുവോരത്തിലേക്ക് ഇറങ്ങി തീപ്പെട്ടിയൊക്കെ വിറ്റ് ജീവിക്കാനായിട്ട് തുടങ്ങി. ഇതിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തിന്നും ഒഴിവു സമയങ്ങളിൽ ആളുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് ടോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തും ആൾ ടൈം സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും ആളുണ്ടാക്കുന്ന ടോയ്സ് ഒരുപാട് ഇഷ്ടമായി. അത് ആ ഐലാൻഡ് മുഴുവൻ അങ്ങനെ സ്പ്രെഡായി. ഒരു ലോക്കൽ സയന്റിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ടോയ്സിന്റെ സീക്രട്സ് അത് കണ്ടുപിടിച്ച് പിന്നീട് മീഡിയാസിലൂടെയും ന്യൂസ് പേപ്പറുകളിലൂടെയും എല്ലാവരും അതറിഞ്ഞ് ആള് പതിയെ പതിയെ ഫേമസ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവന്റെ ടോയ്സിന് ഒരുപാട് ഡിമാൻഡ് കൂടി വന്ന് വലിയൊരു ഫാക്ടറി തന്നെ ക്രിയേറ്റ് ചെയ്ത് വൻതോതിൽ ടോയ്സ് ഉണ്ടാക്കി സെയിൽ ചെയ്തു. അതിനുശേഷം അവൻ നഷ്ടപ്പെട്ട ഓരോരോ കാര്യങ്ങളായിട്ട് അവൻ നേടാനായിട്ട് തുടങ്ങി. ഒരു മിസ് യൂണിവേഴ്സ് പെണ്ണിനെ അവന്റെ വാമഭാഗമാക്കി മാറ്റി. അങ്ങനെ അവൻ ബാക്ക് ടു ബാക്ക് ഇപ്പൊ കിങ്ങായി മാറിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ആ സ്റ്റോറീസ് വീണ്ടും വീണ്ടും ആൾക്കാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കെല്ലാവർക്കും അവനൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവൻ ആദ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഡ്രം കിങ്ഡം അവിടെ ഇപ്പോ പുതിയൊരു രാജാവ് വന്നിരിക്കുകയാണ്. സാക്കുറ എന്നു പേരുള്ള മറ്റൊരു കിങ്. ആ കിങ്ങും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സാക്കുറ കിങ്ങിനെ ആ ഒരു മീറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരാഗ്രഹം തോന്നും. കട്ട് ചെയ്ത ഗ്രാൻഡ് ലൈനിലുള്ള ടെസ്റോസ ഐലാൻഡ് കാണിക്കും. ഡോഫ്ലമിംഗോയുടെ ദുർഭരണത്തിന് ശേഷം ഇപ്പൊ ആ രാജ്യം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ മുൻപോട്ടേക്ക് പോവാണ്. എല്ലാവരും ഹാപ്പി. ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ കൊച്ചു കുട്ടികളിലൂടെയൊക്കെ കളിച്ച് അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ്. മറ്റൊരു ഭാഗം ആക്ഷനിൽ റെബേക്കയും പ്രിൻസസും വയലറ്റും അവർ മൂന്നുപേരും ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനിലാണ്. വയലറ്റ് ആണെങ്കിൽ അവളുടെ കുറെ നല്ല ഉടുപ്പുകൾ റെബേക്കയ്ക്ക് കാണിച്ചു കൊടുത്ത് അതിലിഷ്ടമുള്ളത് അവളോട് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അവളിപ്പോ അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം തന്നെ ഇട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ പ്രോഡാൻസ് കിങ്ഡം കാണിക്കും. അവിടെയാണെങ്കിൽ എലിസബെല്ലോ റിക്കു കിങ്ങിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. എലിസബെല്ലോ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ റിക്കു കിങ്ങിനോട് പറയും, എനിക്ക് സെക്യൂരിറ്റി ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് മറി ജോയ്സിലേക്ക് പോകുമെന്ന് പറഞ്ഞു. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയിക്കൂടെ? നമ്മൾ രണ്ടുപേരും ഭയങ്കര പവർഫുൾ അല്ലേ? നമ്മൾക്കെതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാന്ന് പറഞ്ഞ് ചിരിക്കും. റിങ്കു കിങ് ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കുകയാണ്. യു ആർ അൺബിലീവബിൾ. ഇത് നിസ്സാര കാര്യമല്ല. ഓൾറെഡി നമുക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. മാത്രമല്ല നമ്മൾ പോകുന്നത് വലിയൊരു കാര്യത്തിനും വലിയൊരു മീറ്റിങ്ങിനൊക്കെയാണ്. അത് നീ മറക്കാൻ പാടില്ല. അതിന് എലിസബെല്ലോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല. ആക്ച്വലി ഈ മീറ്റിങ്ങിനപ്പുറം അതൊരു വലിയ പാർട്ടിയും ആഘോഷവും ഒക്കെയാണ്. വേറെ വഴിയില്ലാതെ റിങ്കു കിങ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാനായിട്ട് ആ കിച്ചണിലേക്ക് കടന്നു വരും. അവന്റെ തൊട്ടു പിന്നാലെ ബ്രൂക്കും ക്യാരറ്റും അവിടേക്ക് എത്തും. ക്യാരറ്റിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും വലിയൊരു കപ്പലില് ഒരടിപൊളി കിച്ചൺ, വാവ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ഉടനെ അവളെ വിളിച്ചുകൊണ്ടുപോയി അവിടെയുള്ള വലിയ അക്വേറിയം ഒക്കെ കാണിച്ചു കൊടുക്കും. അവൾ ആദ്യമായിട്ടാണ് അത്രയും വലിയ അക്വേറിയവും വെറൈറ്റി ഫിഷുകളൊക്കെ കാണുന്നത്. പിന്നീട് നാമി അവൾ സീ ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ റൂം, ചോപ്പറിന്റെ മെഡിക്കൽ ബുക്സ്, അങ്ങനെ ഓരോരോ കാഴ്ചകൾ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ പെട്രോ അവൻ ന്യൂസ് പേപ്പർ വായിച്ച് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. വർഷങ്ങളായിട്ട് ആരും അറിയാതിരുന്ന ആ ഒരു ഐലാൻഡ് അതിപ്പോൾ ഡിസ്കവർ ആയി എന്നായിരിക്കും ആ ന്യൂസ് പേപ്പറിൽ കാണുക. അത് മറ്റൊരു ഐലാൻഡും അല്ല, സാക്ഷാൽ ബാൾട്ടികോ ഐലാൻഡ്. അവിടെയാണ് ആ റെവല്യൂഷണറി ആർമി അതുള്ളത്. ഡ്രാഗൺ, ഓള, സാബോ, അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും താമസിക്കുന്ന സ്ഥലം. ആ ഒരു ഐലാൻഡ് അത് കണ്ടുപിടിക്കാൻ കാരണക്കാരൻ സാക്ഷാൽ വെർജസ് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.